നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഗോപാലേട്ടാ, താലി മോളെ, ദൈവത്തെ നന്നായി മനസ്സിൽ ധ്യാനിച്ച് താലി കെട്ടിക്കൊള്ളൂ. തന്നെ നെഞ്ചിതം കൊണ്ട് ഇറക്കിവിടാൻ പറ്റുന്നില്ല. ഈ ചങ്കിലെ പിടപ്പ് നിലയ്ക്കുന്നവരെ ഇയാൾ അവിടെ തന്നെ ഉണ്ടാവൂന്ന് അകന്നു കഴിഞ്ഞപ്പോഴാണ് കൂടുതൽ മനസ്സിലായത്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. പെൺമക്കളെ കല്യാണം കഴിച്ചയച്ചാ തീർന്നു അച്ഛന്റെ ഉത്തരവാദിത്വം എല്ലാം. മോളെ, അതിന് അച്ഛന്റെ തീരുമാനത്തിൽ മാറ്റമില്ലെങ്കിൽ എന്റെ തീരുമാനത്തിൽ മാറ്റമില്ല. സാറ് അമ്മ അമ്മാവനെ കൂട്ടി പൊയ്ക്കോളൂ. ശാരിക, മോളെ, സാറ് കെട്ടിയ ഈ താലി എന്നും ശാരികയുടെ കഴുത്തിലുണ്ടാവും. പക്ഷെ അതൊരു തടസ്സമാവില്ല. സാറിനൊരു കുടുംബജീവിതം വേണമെങ്കിൽ ഏത് പെൺകുട്ടി വേണമെങ്കിലും കല്യാണം കഴിക്കാം, സന്തോഷമായി ജീവിക്കാം. ശ്യാമയും കൂടി കല്യാണം കഴിച്ച പാവം പിടിച്ച എന്റെ അമ്മ ഒറ്റയ്ക്കാവും. ഞങ്ങൾ 3 പെൺകുട്ടികളെ വളർത്തി വലുതാക്കി ഓരോ ജീവിതം ഉണ്ടാക്കി കൊടുത്തിട്ട് അവസാന കാലത്ത് അവരുടെ തൊണ്ടയിലേക്ക് ഒരിറ്റ് വെള്ളം കൊടുക്കാൻ ആളില്ലാതാവണോ? അതാണോ
ഞങ്ങൾ അമ്മയ്ക്ക് കൊടുക്കേണ്ട പ്രതിഫലം. ഗോപാലകൃഷ്ണ, ഞങ്ങൾ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് കൂടി ഒന്ന് പറ. തൊമ്മനയുമ്പോ ചാണ്ടി മുറുന്നോന്ന് പറഞ്ഞതുപോലെ ആയല്ലോ ഇത്. കൃഷ്ണകുട്ടി ചേട്ടാ, നീ ഉണ്ടാചെടി. ആഹാ, താലി പൊട്ടിക്കലും പൊട്ടിച്ച താലി കൊണ്ടുപോകുന്ന രണ്ടാം കെട്ടലും ഒക്കെ എവിടെയെങ്കിലും കേട്ട് കേൾവി ഉള്ളതാണോ? പഴങ്കഥയൊന്നും എന്നെ കൊണ്ട് വിവരിപ്പിക്കണ്ട. എല്ലാം മറക്കാനും പൊറുക്കാനും തയ്യാറായിട്ട് വരുമ്പോ നിങ്ങൾ ഞങ്ങളെ പിന്നെ അപമാനിക്കാൻ നോക്കുകയാണോ? കൃഷ്ണൻകുട്ടി ചേട്ടാ, ഒരു കൃഷ്ണൻകുട്ടി ഇറങ്ങുമില്ല. വിജയ്, ഈ ബന്ധം ശരിയാവില്ല. ശരിയെ, ഈ സമയത്ത് താനിങ്ങനെ... സാറിനോട് ക്ഷമിക്കണം. എനിക്കെന്റെ അച്ഛനെ കൈവിടാൻ പറ്റില്ല സാർ. എടോ, നീ വരുന്നുണ്ടോ? അമ്മാവോ, ശരിയേച്ചി, വീട് ശാലിനി. ശാരദാമ്മേ, ഇതുവരെ നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടുവന്നതല്ലേ ഇവിടെ തീരാൻ പോവാ. എല്ലാ സന്തോഷവും സമാധാനവും സംതൃപ്തിയും നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണോ ഇത്രയും നാൾ പെടാപ്പാട് വിട്ടത്, അതെല്ലാം ഒറ്റ നിമിഷം കൊണ്ട് നിലത്തടിയും. അത് തടയാൻ ശാരദാമ്മ ഒരാൾ വിചാരിച്ച് മാത്രമേ സാധിക്കൂ. മോനെ, ഞാൻ എന്ത് ചെയ്യാനാ? ശാരദാമ്മ പറഞ്ഞാൽ മാത്രമേ അച്ഛൻ പോവാതിരിക്കൂ. നാട്ടുകാരെന്ത് പറയുന്നുള്ള ഭയം, നമ്മളെ പറ്റി മറ്റുള്ളവർ എന്ത് ചിന്തിക്കും എന്നുള്ളത്, ഇതൊക്കെ സ്വന്തം മക്കളുടെ ജീവിതത്തേക്കാൾ വലുതാണോ ശാരദാമ്മേ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. നിനക്കിപ്പോ ഇത് താലിയാണോ അല്ലേന്ന് അറിയണം. അത്രയല്ലേ ഉള്ളൂ. അത്രയേ ഉള്ളൂ. ഞാൻ പറയാം, പക്ഷെ മോളിത് ആരോടും പറയില്ലെന്ന് സത്യം ചെയ്യണം. ഞാൻ ആരോടും പറയില്ല. ആന്റിയാണ് സത്യം. ഇത് ഇത് താലി തന്നെയാ. എന്നെ ഇഷ്ടമുള്ള ഒരാള് എന്റെ കഴുത്തി കെട്ടിത്തന്ന താലി. ആ ഒരാള് സന്ദീപെങ്കിലല്ലേ? അയ്യോ മോളിതാരോടും പറയരുത് കേട്ടോ. ആ, ആലോചിക്കട്ടെ. കുറച്ച് പൈസ ചെലവാകും. എന്തിന്? പറയാതിരിക്കാൻ. അമ്പടി, എന്താന്ന് വെച്ചാ നിനക്ക് ചെയ്തു തരാ മോളെ. എങ്കിലൊക്കെ ഡീൽ. പക്ഷേ ഒരു കുറവുണ്ടല്ലോ. അമ്പടി, നീ കൊള്ളാലോ. ദാ. കേട്ടോ? ആവണി, ആവണി, അയ്യോ, ആവണി, എടുത്തു വെക്ക്. കഥകൾ തുറക്ക്. എടി, നിന്നോടല്ലേ പറഞ്ഞത്? മാറ് മാറ്. ആവണി, ആവണി, കഥകൾ തുറക്കാൻ. തുറക്ക്. ഈ കഥ കടിച്ചിട്ട് എന്ത് ചെയ്യുവാ? കഥ തുറക്കടി. പോ, പോ, പോ. എത്ര നേരമായിട്ട് ഞാൻ നിന്നെ വിളിക്കുന്നു. നീ എപ്പോഴും ഇതിനകത്ത് തന്നെയാണല്ലോ. അങ്ങോട്ട് മാറിക്കേ. നിന്റെ തുണി വലുതുള്ളത്. അമ്മേ, അങ്ങോട്ട് മാറി നിൽക്കുമല്ലേ. അമ്മേനെ എടുക്ക്. ആവണി,
അമ്മേ നിന്റെ തുണി വല്ലത് ഇതിനകത്തുണ്ടോ? ഇല്ലമ്മേ. ദേ ഞാൻ തുണി കഴുകാൻ പോവാ. കഴുകി തീരുമ്പോ അവിടുന്ന് ഇവിടുന്ന് പെറുക്കിക്കൊണ്ട് വന്നാലുണ്ടല്ലോ നല്ല അട്ടി ഞാൻ വെച്ച് തരും. ശ്ശോ, ഇറങ്ങ് അവിടെ കിടക്ക്. അമ്മ പോയി. അയ്യോ പോയില്ലേ? ആതിര ഇവിടെ. അമ്മ അതെന്റെ കുളിക്കുവാ. അയ്യോ ആട്ടി. ഞാനാ പെണ്ണ് അമ്മ പോയി. താങ്ക് യു. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. വെള്ളം, എനിക്ക് കുറച്ച് വെള്ളം വേണം. ഒരു മിനിറ്റൂടെ ഞാൻ കൈ എവിടെ വെച്ചിരുന്നേല് മേൽപോട്ട് കെട്ടിയെടുത്താന് നിങ്ങളെ. ചിലർക്കെങ്കിലും തോന്നുന്നുണ്ടാവും അവന്തിക ഇത്രയ്ക്ക് മനസാക്ഷി ഇല്ലാത്തവളാണോന്ന്. അതെ, മനസാക്ഷി ഇല്ലാത്തവള് തന്നെയാ. എന്നെ പോലെ ധാരാളം പേരുണ്ട് മനസ്സിൽ പകയെരിഞ്ഞ് നടക്കുന്നവര്. അവരാരും നിന്നെ പോലെ ഭീരുക്കളല്ലേ അവന്തിക. പകയും ഭീരുത്വം ഒരുമിച്ച് വന്നാ അത് അപകടമാ. അതിലുപരി തോൽവിയും. നീ കണ്ട സ്വപ്നത്തിൽ ഒരു തിരുത്തുള്ളത് നീ ഞങ്ങളെ ആരും ഒന്നും ചെയ്യാൻ പോകുന്നില്ല എന്നുള്ളതാണ്. ഇന്നല്ലെങ്കിൽ നാളൊരു ദിവസം ഞാൻ എവിടുന്ന് രക്ഷപ്പെടും. ഇനി ഒരിക്കൽ കൂടി ഞാൻ പുറത്തേക്ക് വന്ന നിസാരമായി നിന്റെ വലയിലേക്ക് വന്ന് കേറില്ല നന്ദൻ. ഇവിടുന്ന് രക്ഷപ്പെട്ട് പഴയ പോലെ നെല്ലിശ്ശേരിയിലേക്ക് ഓടിക്കയറി വരാൻ ഇന്നു മുതൽ നിങ്ങൾ ഇവിടെ അല്ല താമസം. രക്ഷപ്പെട്ടാലും പെട്ടെന്ന് എത്താൻ പറ്റാത്ത ദൂരത്തേക്ക് ഇവര് നിങ്ങളെ എത്തിക്കും. ബന്ധുക്കളെ ഉറ്റവരെയും ഒരു നോക്ക് കാണാൻ പോലും നിങ്ങളെ ഞാൻ അനുവദിക്കില്ല. ആരും എത്തിപ്പെടാത്ത ദൂരത്ത് നിന്ന് നിങ്ങൾ അറിയണം, നെല്ലിശ്ശേരിയിലെ നിങ്ങളുടെ രക്തബന്ധങ്ങൾ അത്രയും രക്തയോട്ടം നിലച്ച് നിശ്ചലമായെന്ന്. നിശ്ചലമാക്കിയത് ഈ അവന്തികയാണെന്ന്. നീ പറയുന്നതൊക്കെ കേട്ട് ലെവലേശം പേടിക്കുന്നില്ല ഞാൻ. കാരണം നിന്റെ മനസ്സിലിരിപ്പ് നീ നടത്തിയെടുക്കുന്നതിന് മുമ്പ് നീ കുഴിച്ച കുഴിയിൽ നീ തന്നെ വീഴും. അർച്ചനയുടെ മുമ്പിൽ അടിയറവ് പറഞ്ഞ് സ്വയം നാണം കെട്ട് നീ ആത്മഹത്യ ചെയ്യും. അല്ലെങ്കിൽ അർച്ചനയുടെ കൈ ഉണ്ടാവും നീ മരിക്കാൻ പോകുന്നത്. എന്റെ മുമ്പിൽ നിന്ന് അവക്ക് വാഴ്ത്തുപാട്ട് പാടിയാലുണ്ടല്ലോ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.
നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഞാനെങ്ങനെ അറിയാനാ? നകുൽ എന്റെ അടുത്ത് പോയ സമയത്ത് അവരെന്നെ ഉപദ്രവിക്കാൻ നോക്കി. അപ്പോഴാ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി ഓടിയത്. ഒരു മിനിറ്റ് നേരത്തേക്ക് ഞാനൊന്ന് മാറിയപ്പോ എന്തൊക്കെയാ സംഭവിച്ചത്? മഹി വന്നതുകൊണ്ട് ആപത്തൊന്നുമില്ലാതെ രക്ഷപ്പെട്ടു. ഞങ്ങളെ രക്ഷിച്ചതിനോട് നന്ദി വാക്കൽ പറഞ്ഞു തീർക്കാവുന്നതല്ല. എന്നാലും ഒത്തിരി നന്ദിയുണ്ട് മഹി, ഒരുപാട് നന്ദിയുണ്ട്. എങ്ങനെ നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല മഹിയേട്ടാ. വാ നമുക്ക് വേഗം ഇവിടുന്ന് പോവാം. എങ്ങനെ ഇപ്പോഴും പേടി മാറിയിട്ടില്ല അല്ലേ? ഇല്ല മഹിയേട്ടാ, എന്താ സംഭവിച്ചെന്ന് പോലും മനസ്സിലായില്ല. ഇപ്പോഴും നെഞ്ചെടുപ്പ് കുറഞ്ഞിട്ടില്ല. ഈ ജീവിതം അവസാനിച്ചു എന്ന് തോന്നിയ നിമിഷത്തിലാ മഹിയേട്ടൻ വന്ന് രക്ഷിച്ചത്. കഴിഞ്ഞതെല്ലാം ഒരു ദുസ്വപ്നമായിരുന്നു എന്ന് കരുതി മറന്നേക്ക്. ഇനി മനസ്സിൽ പേടിയൊന്നും വേണ്ട. അതെ, അവരെല്ലാം പോയില്ലേ, ഇനി എന്തിനു പേടിക്കുന്നേ? അവന്മാരെ ആരായിരുന്നാലും അവന്മാരെ വെറുതെ വിടാൻ പാടില്ല. പോലീസിൽ കേസ് കൊടുക്കണം. അത് അവരാരാം എന്താണെന്നൊന്നും നമുക്കറിയില്ലല്ലോ. പിന്നെ നമ്മൾ എങ്ങനെ കേസ് കൊടുക്കും? കണ്ടാൽ തിരിച്ചറിയുന്നവർ ഉപദ്രവിച്ചു എന്ന് പറഞ്ഞ് പരാതി കൊടുക്കാമല്ലോ. അവന്മാരാരാണെന്ന് പോലീസ് കണ്ടുപിടിച്ചോളൂ. നാട്ടിൽ പകല് പോലും പെൺകുട്ടികൾക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അതിനി ഉണ്ടാവാൻ പാടില്ല. ഇങ്ങനെയുള്ളവന്മാർ വിലസുന്നതേ പോലീസിന്റെ പിടിപ്പേട് തന്നെയാണ്. നമ്മൾ പ്രതികരിക്കാതിരുന്ന നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്യുന്ന പോലെ ഇരിക്കും. അത് ശരിയാ മഹി പറഞ്ഞത്. ഇവിടെ ചോദിക്കാനും പറയാനും ആൾക്കാരുണ്ടെന്ന് അറിയട്ടെ. എന്നാലും ഒരു ഡീറ്റെയിൽസും ഇല്ലാതെ പോലീസ് എങ്ങനെ കുറ്റവാളികളെ കണ്ടുപിടിക്കും? അതാ ഞാൻ അങ്ങനെ പറഞ്ഞത്. ആ റെസ്റ്റോറന്റില് CCTV ഉണ്ടാവില്ലേ? ഉറപ്പായിട്ടും ഉണ്ടാവുന്നല്ലേ? അതിൽ അവന്മാരുടെ മുഖവും പതിഞ്ഞിട്ടുണ്ടാവും. അവന്മാരെ കണ്ടുപിടിച്ച് 4 എണ്ണം പൊട്ടിച്ച് പോലീസുകാർ വേണ്ട രീതിയിൽ ചോദിച്ചാ അവന്മാര് തത്ത പറയുന്ന പോലെ പറയും. നമുക്കറിയാത്ത കാരണമോ നമുക്കറിയാവുന്ന ആരെങ്കിലുമോ ഈ സംഭവത്തിന് പിന്നിലുണ്ടെങ്കിൽ അതും അറിയാൻ പറ്റും. അത് ശരിയാ. ഇവൻ പോലീസിൽ പരാതി കൊടുത്താ എല്ലാരും കുടുങ്ങും. കൂടെ ഞാനും അകത്താകും. പരോൾ സമയത്ത് വീണ്ടും പിടിച്ച ഇനി പരോള് പോലും കിട്ടില്ല. എന്തെങ്കിലും ചെയ്തേ പറ്റൂ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അപ്പോ മഹിയേട്ടനും ആ ഗംഗയെ മാത്രമായി തിരിച്ചു വന്നു അല്ലേ? അവർക്ക് ഒരുമിച്ച് പോകാനും വരാനും എങ്ങനെയൊക്കെ അവസരങ്ങൾ ഉണ്ടാവുന്നെന്ന് നോക്കിയമ്മേ. ഈ അവസരങ്ങള് സ്വാഭാവികമായി ഉണ്ടാകുന്നതാണോ അതോ മനഃപൂർവ്വം ഉണ്ടാക്കുന്നതാണോ എന്ന് എങ്ങനെ അറിയാം? മനഃപൂർവ്വം എങ്ങനെ അവസരങ്ങൾ ഉണ്ടാവുന്നേ? അതിനാണ് അവർക്ക് ബുദ്ധിമുട്ട്. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം നിനക്ക് ഓർമ്മയില്ലേ? ഈ ഗംഗയ്ക്ക് ഗൗരിയുമായി എന്തോ ടൈപ്പുണ്ട്. അദൃശ്യമായി നിന്ന് ഗംഗയ്ക്ക് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്യുന്നത് ഗൗരിയാ. അമ്മ പറയുന്നത് ശരിയാണെന്ന് ചില സമയത്ത് തോന്നും. എന്നാലും ഒരു പെണ്ണിന്റെ സൈക്കോളജി വെച്ച് നോക്കുമ്പോ എനിക്കിതങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. എത്രയൊക്കെ പറഞ്ഞാലും ഗൗരി മഹേട്ടന്റെ ഭാര്യയാ. ഒരു പെണ്ണിന് ഒരിക്കലും തന്റെ ഭർത്താവിനെ മറ്റൊരു പെണ്ണിനൊപ്പം കാണുന്നത് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല. അപ്പോ ഗൗരി എങ്ങനെ ഗംഗയെ ഹെൽപ്പ് ചെയ്യും? അതും മഹേട്ടന്റെ ഒപ്പം കറങ്ങി നടക്കാനും വരാനും ഒക്കെ വേണ്ട ഒത്താശകൾ ചെയ്തു കൊടുക്കുവോ? നീ ഇപ്പൊ പറഞ്ഞത് ശരിയാ. പക്ഷേ ഒരമ്മ മകൾക്ക് വേണ്ടിയാണ് ഇതെല്ലാം ചെയ്യുന്നതെന്ന് നീ ഒന്ന് സങ്കല്പിച്ചു നോക്കിയേ.
മാളുവിന് അവൾ ഇഷ്ടപ്പെടുന്ന ഒരാള് അമ്മയായി വരണോന്ന് ഗൗരിക്ക് ആഗ്രഹം ഉണ്ടെങ്കിലോ? അങ്ങനെ ചിന്തിക്കൂ. ഒരമ്മ മകൾക്ക് വേണ്ടി ചിന്തിക്കും. നിനക്ക് വേണ്ടി ഞാൻ എന്തൊക്കെ ചെയ്യുന്നു അത് വെച്ച് നോക്കുമ്പോ ഗൗരി ചെയ്യുന്നത് എത്രയോ നിസ്സാര കാര്യമാ. അപ്പൊ ലോകത്തിലെ ഏറ്റവും വലിയ പോരാളി അമ്മ തന്നെയാണെന്ന് പറയുന്നത് ശരിയാണല്ലേ? അങ്ങനെ എല്ലാ അമ്മമാരെയും ആ ഗണത്തിൽ കൂട്ടണ്ട. നല്ല അമ്മമാര് അങ്ങനെ തന്നെയായിരിക്കും. അങ്ങനെ ഗംഗയ്ക്ക് ഗൗരിയുടെ സഹായം കിട്ടുന്നുണ്ടെങ്കിൽ അത് ഇന്നത്തോടെ തീരും. ഇന്ന് പൗർണമിയല്ലേ? ഗുരു അമ്മ ഗൗരിയെ നശിപ്പിക്കാനുള്ള പൂജ ചെയ്യാനായി നേരിട്ടെത്തുന്ന ദിവസം. ഇന്നത്തോടെ ഗൗരിയുടെ ശല്യം തീരും. ഈ ദിവസത്തിന് വേണ്ടി നമ്മൾ കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് നാളെത്രയായി? അത് ശരിയാ. പക്ഷേ ഗുരുവമ്മയുടെ പൂജ എങ്ങനെ നടത്തും? മഹി ഇവിടെ ഉണ്ടല്ലോ, അവനോട് എന്ത് സമാധാനം പറയും? അതിനെന്തെങ്കിലും വഴി ആന്റി കണ്ടിട്ടുണ്ടാവും. നാത്തൂനെ, ഗുരുവമ്മ ഇന്ന് പൂജയ്ക്ക് വരുന്ന ദിവസമല്ലേ? മഹി ഇവിടെ തന്നെ ഉണ്ടല്ലോ, എന്തു ചെയ്യും? അതിനുള്ള വഴിയൊക്കെ ഞാൻ കണ്ടെത്തിയിട്ടുണ്ട്. മഹി ഇന്ന് വൈകുന്നേരത്തെ ഫ്ലൈറ്റിന് കോയമ്പത്തൂർക്ക് പോവും. കോയമ്പത്തൂർക്കോ? ഇന്ന് അവിടെ ഒരു മീറ്റിംഗ് ഉണ്ട്. അവൻ പോകുന്നില്ല എന്ന് കരുതിയിരുന്നതാ. ഞാൻ വേണ്ട രീതിയിൽ ഉപദേശിച്ചപ്പോ അവൻ പോവാന്ന് സമ്മതിച്ചു. ഹോ, ഇപ്പോഴാ സമാധാനമായത്. രേഷ്മ അജിത്തും കൂടി അജിത്തിന്റെ വീട്ടിലേക്ക് പോയതുകൊണ്ട് അവരെയും കൊണ്ട് പ്രശ്നമൊന്നും ഉണ്ടാവില്ല. രാഹുലും കൂട്ടുകാരുടെ കൂടെ കറങ്ങാനായിട്ട് പോയിട്ടുണ്ട്. ഇനി അവൻ എപ്പോ തിരിച്ചു വരുന്നുള്ളത് ദൈവത്തിനറിയാം. എന്തായാലും ഇന്ന് തിരിച്ചു വരില്ലെന്നുള്ളത് ഉറപ്പാ. എല്ലാം കൊണ്ടും സാഹചര്യങ്ങൾ അനുകൂലമാണ്. എന്തെങ്കിലും പറഞ്ഞ് ഗംഗയും മാളുവിനെയും നേരത്തെ ഉറങ്ങാൻ അയക്കണം. സീമയെ നേരത്തെ പറഞ്ഞു വിടണം. ശരി. ഇന്ന് നടക്കാൻ പോകുന്നത് ഒരു ഉഗ്രപൂജയാ. ഇതോടെ ഗൗരി എന്നേക്കുമായി ഇല്ലാതാവും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എന്റെ കഴുത്തിൽ താലി കിടന്ന അദ്ദേഹത്തിന് മറ്റൊരു പെണ്ണിന്റെ കഴുത്തിൽ താലി കെട്ടാനാവില്ലെന്ന് ശാസ്ത്രികൾ മനയിൽ വന്ന് പറഞ്ഞു. ഞാനായി താലി അഴിക്കാനും പാടില്ല. എന്നിട്ട് ആ താലിമാല എവിടെ? പെരുവണ്ണാപുരത്ത് അമ്മയെ പോയി പ്രാർത്ഥിക്കാനാ ശാസ്ത്രികൾ പറഞ്ഞത്. അത് പ്രകാരം ഞാൻ പോയത്. അമ്മയെ പ്രാർത്ഥിച്ച് പ്രദക്ഷിണം വെച്ച് വരുമ്പോ എന്റെ കഴുത്തില് താലിമാല ഉണ്ടായിരുന്നില്ല. ഇതൊക്കെ ഞാൻ എങ്ങനെ വിശ്വസിക്കും? അതെവിടെങ്കിലും അഴിഞ്ഞു വീണതാണോ? ഞാൻ അതേപറ്റിയൊന്നും ചിന്തിക്കുന്നില്ല അച്ഛാ. ഞാനായിട്ട് താലിമാല അഴിച്ചിട്ടില്ല. അത് നഷ്ടമായതും ഞാൻ അറിഞ്ഞിട്ടില്ല. പ്രദക്ഷിണം പൂർത്തിയാക്കി വരുമ്പോ താലിമാല കഴുത്തിലില്ലെന്ന് മാത്രം അറിയാം. അച്ഛൻ അതിവിടെ ആരോടും പറയരുത്. അല്ല, എന്താ അച്ഛൻ വിളിച്ചത്? നീ നിന്റെ ഭർത്താവിനെയാ നിന്റെ ചേച്ചിക്ക് വിട്ടുകൊടുക്കുന്നത്. നീ അവനെ ഭർത്താവിന്റെ സ്ഥാനത്ത് കണ്ടിട്ടില്ലെങ്കിലും ഞാനൊരു പച്ചയായ മനുഷ്യനല്ലേ മോളെ. നിന്റെ മുന്നിലെ തൊഴി കൈയോടെ നിൽക്കാനേ എനിക്ക് കഴിയൂ. എന്റെ ഒരു മോളുടെ താലി അഴിച്ചെടുത്ത് മറ്റൊരു മോൾക്ക് നൽകിയല്ലേ? അങ്ങനൊരു മനസ്താപം അച്ഛനുണ്ടായ എനിക്ക് അച്ഛനോടുള്ള വിശ്വാസം ഇല്ലാതാവും. ഇത്രയും കാലം ഞാൻ മംഗലശ്ശേരിയിൽ നിൽക്കാൻ കാരണം എന്റെ ചേച്ചി സുമംഗലിയാവുന്നത് കാണാനാ. വിവാഹം കഴിഞ്ഞാലോ? മോളും മംഗലശ്ശേരിയിൽ നിൽക്കില്ലെന്ന് നിന്നെ അറിയാവുന്ന എല്ലാവർക്കും അറിയാം. ശ്രീകുട്ടി പോയാ നീയാ പിന്നെ ഞങ്ങൾക്കുള്ളത്. നമ്പീശ, മുഹൂർത്തത്തിന് മുൻപ് എനിക്ക് അവിടെ എത്തിയിരിക്കണം. ഇതാണ് സച്ചി റിയൽ കല്യാണം. അതേടാ, അവരുടെ പ്രണയം സഫലമാകാൻ പോകുന്നു.
കുറച്ച് വെള്ളം കുടിച്ചിട്ടെന്ന് പറ. ആ അത് നല്ലതാടാ. മത്സരിച്ച് നേടിയെടുക്കുന്ന സമ്മാനത്തോളം വിലപ്പെട്ടതായി വേറെന്താ ഉള്ളത്? അവർ നേടിയെടുത്തതാണോ? അമ്മു അത് നേടിക്കൊടുത്തതാ. ഈ വിവാഹത്തോട് ഒരു സത്യം എനിക്ക് മനസ്സിലായി. ഒരിക്കലും ഉത്തരം കിട്ടാത്തൊരു ചോദ്യമായിരുന്നു അത്. അമ്മുവിന്റെ കഴുത്തിൽ താലി കെട്ടിയ അവളുടെ ഈശ്വരൻ ആരാണെന്ന്. അത് സച്ചി അറിഞ്ഞു. അതറിഞ്ഞപ്പോഴല്ലേ അമ്മു എന്നെ ഒഴിവാക്കാനുള്ള കാരണം എനിക്ക് മനസ്സിലായി. അല്ല, അതാരാ സച്ചി? അവള് മനസ്സ് വെച്ച രഹസ്യം എന്റെ മനസ്സിലിരുന്നോട്ടെ. നാളെ നീ അറിയാനിടയായാൽ അത് നിന്റെ മനസ്സിൽ തന്നെ ഇരിക്കണം. അതല്ലേടാ നമുക്ക് അവളോട് ചെയ്യാൻ കഴിയുന്നത്. മോളെ, നിന്നോടുള്ള കടപ്പാട് ചേച്ചി എങ്ങനെ തീർക്കുമെന്ന് അറിയില്ല. എനിക്കല്ലേ ചേച്ചിയോടുള്ള കടപ്പാട്. അനാഥയായി എന്നെ വീട്ടിലേക്ക് കൈപിടിച്ചു കൊണ്ടുവന്നത് ചേച്ചിയല്ലേ. ഒരിക്കൽ മരണത്തിൽ നിന്നും ഒരു മനുഷ്യൻ എന്നെ രക്ഷിച്ചു. പിന്നെ ചേച്ചി എന്നെ രക്ഷിച്ചു. എന്റെ ജീവിത ചേച്ചിയോട് കടപ്പെട്ടിരിക്കുന്ന. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. പാർവതി, ഒരു നിമിത്തം പോലെയാ നീ ഇവിടെ എത്തിച്ചേർന്നത്. നിന്നെ ഇവിടെ എത്തിച്ചതാണെന്ന് വേണമെങ്കിൽ പറയാം. പാർവതി, നീ എനിക്കൊപ്പം വരൂ. അല്ല, ഞാനൊരു കാര്യം നിനക്ക് കാണിച്ചു തരാം. വരൂ പാർവതി, വാ. ജയ, അങ്ങനെ ജയയുടെ ആത്മാവാ ആ സ്ഥലം എനിക്ക് കാണിച്ചു തന്നത്. പക്ഷേ അമ്മയെ കൊലപ്പെടുത്തിയത് ആരാണെന്ന് അവരും എന്നോട് പറഞ്ഞില്ല. നീ അതിപ്പോൾ അറിയണ്ട. അറിയേണ്ട നേരമായിട്ടില്ല. നേരമാകുമ്പോ ആ സത്യങ്ങളൊക്കെ നിന്റെ മുന്നിൽ തെളിയും. പിന്നീട് വേറൊരു അത്ഭുതം കൂടി അവിടെ വെച്ച് നടന്നു. അതെന്താ? അമ്മയുടെ കൊലുസിന്റെ ഒരെണ്ണം എനിക്ക് അവിടെ നിന്ന് കിട്ടി. അതെങ്ങനെ? അപ്പോ നാഗരാജാവാണോ അത് നിനക്ക് നൽകിയത്? അതെ, പക്ഷേ അന്നേരം അത് അമ്മയുടെ കൊലുസാണെന്ന് എനിക്കറിയില്ലായിരുന്നു. പിന്നെ അതാരാണ് നിന്നോട് പറഞ്ഞത്? അത് നിനക്ക് കിട്ടിയിരിക്കുന്നത് ഒരു വലിയ തെളിവാ. നാഗരാജാവ് ഒരു വലിയ വഴിയാ നിനക്ക് മുന്നിൽ തെളിച്ചിരിക്കുന്നത്. ഈ കൊലുസ് ഇതാരുടേതാണെന്ന് മോൾക്കറിയോ? ഇത് മോളുടെ അമ്മായിയമ്മ ഗായത്രി ദേവിയുടെ കൊലുസാ. അദ്ദേഹം പറയുമ്പോഴാ ആ കൊലുസ് അമ്മയുടേതാണെന്ന് ഞാൻ അറിഞ്ഞത്. അതിൽ കോർത്തിരിക്കുന്ന ചാവി അമ്മ സൂക്ഷിച്ചിരുന്ന പെട്ടിയുടേതാണെന്നും ഞാൻ അറിഞ്ഞത്. ശരിയാണ്, അതെന്റെ കൊലുസ് തന്നെയാണ്. ആ മാജിക് ബോക്സിന്റെ ചാവി ഞാൻ ആ കൊലുസിൽ കോർത്ത് സൂക്ഷിച്ചിരിക്കുകയായിരുന്നു. ആ പെട്ടിക്കുള്ളിൽ എന്താ അമ്മ? ചാവി നിങ്ങളുടെ കയ്യിൽ കിട്ടിയില്ലേ? ഇനി നിങ്ങൾ തന്നെ അത് തുറന്നു പരിശോധിക്കണം. അതിനുള്ളിൽ ഒരുപാട് രഹസ്യങ്ങളുണ്ട്. ഒരു പക്ഷേ നിങ്ങൾക്ക് ആ രഹസ്യങ്ങൾ അറിയുന്നതിന് ചില തടസ്സങ്ങൾ വന്നു ചേർന്നേക്കാം. എന്ന് കരുതി നിരാശപ്പെടരുത്. വീണ്ടും വീണ്ടും പരിശ്രമിക്കണം. അപ്പോൾ ലക്ഷ്യത്തിലേക്ക് ഒരു വഴി തെളിയും. പാർവതി, നിന്നോടൊരു കാര്യം എനിക്ക് പ്രത്യേകം പറയാനുണ്ട്. ഞാനിവിടെ വന്നതും നിനക്ക് എന്നെ കാണാൻ പറ്റുന്നതും വേറെ ആരും അറിയരുത്.
മറ്റാരും അതറിയാവുന്ന വിധം നീ പെരുമാറരുത്. ഇല്ല ദേവമ്മേ, അതൊരിക്കലും ആരും അറിയില്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഇതിലെന്തോ കാര്യമായ രഹസ്യമുണ്ട്. അതുകൊണ്ടാ ഗായത്രി ദേവി ഇത് രഹസ്യമായിട്ട് സൂക്ഷിച്ചു വെച്ചിരുന്നത്. അമ്മേ, ഇനി കയ്യിരിക്കുന്ന ആ താക്കോലുകൊണ്ട് ആ പെട്ടി ഒന്ന് തുറന്നു നോക്കണം. അല്ല, ഈ താക്കോലുകൊണ്ട് ആ ബോക്സ് തുറക്കാൻ പറ്റുമെന്ന് നിനക്കെങ്ങനെ അറിയാം? അതെനിക്കറിയാം. അതെങ്ങനെ അറിയാന്നാ ഞാൻ ചോദിച്ചത്. അത് ആ താക്കോല് ഗായത്രി അമ്മ മരിച്ചെടുത്തെന്നാ കിട്ടിയത്. അമ്മയുടെ കയ്യിലിരിക്കുന്ന കൊലുസ് ആരുടേതാണെന്ന് അമ്മ ചോദിച്ചില്ലേ? അത് ഗായത്രി അമ്മയുടേതാ. അപ്പോ ഈ ഒരു സാധനം നമ്മൾ സൂക്ഷിച്ചു വെച്ചിരുന്നത് ഇതായിരുന്നല്ലേ? അല്ല, ഇത് ഗായത്രി അമ്മയുടെ കൊലുസാണെന്ന് നീ ഇങ്ങനെ കൃത്യമായിട്ട് പറയുന്നേ? എന്താ നമുക്ക് ഇത്ര ഉറപ്പ്? ഉറപ്പുണ്ട്. നോക്കി. ഇന്നത്തോടെ എല്ലാം കഴിഞ്ഞു. ഈ പെട്ടിയും അമ്മ സൂക്ഷിച്ചു വെച്ചിരുന്നത്. വെറുതെ ഒരിക്കലും അമ്മ ഇത് സൂക്ഷിച്ചു വെക്കില്ലല്ലോ. ഈ പെട്ടിക്കുള്ളിൽ എന്തോ രഹസ്യമുണ്ട്. അതെന്തായാലും ഉറപ്പാ. ഗായത്രി ദേവിയുടെ മരണത്തിന് പിന്നിലുള്ള രഹസ്യങ്ങളാവാ പെട്ടിക്കുള്ളിൽ. അല്ല, ഇതിനുള്ളില് ഗായത്രി ചേച്ചിയുടെ മരണത്തിന് പിന്നിലുള്ള രഹസ്യങ്ങളാണെന്ന് ഇയാൾക്ക് എങ്ങനെ അറിയാം? അല്ല, ഞാൻ വെറുതെ ഒരു ഊഹം പറഞ്ഞതാ. അങ്ങനെ അധികം ഊഹങ്ങളൊന്നും ഇങ്ങോട്ട് വിളമ്പണ്ട. നിങ്ങളൊന്ന് തർക്കിക്കാതിരിക്കേ. അമ്മേ, ആ ബോക്സ് തുറന്നു നോക്കേ. എന്താന്ന് അറിയാലോ? തുറക്കണോ അമ്മേ? ഇവരിങ്ങനെ പറയുമ്പോ തുറക്കാതെ നിവർത്തിയില്ലല്ലോ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എന്തോ ഒരു പ്രശ്നമുണ്ട്. എന്ത് പ്രശ്നം? അതൊന്നും അറിയില്ല. അഖി ഇവിടെ വന്നയുടൻ ശ്യാം എവിടെ ഉണ്ടോ എന്ന് അമൃതയടുത്തോട് ചോദിച്ചു. ഇല്ലെന്ന് കേട്ടയുടൻ അഖി അച്ഛൻ്റെ അടുത്തേക്ക് ഓടിപ്പോയി. അതാ ഞാൻ പറഞ്ഞത് അവിടെ എന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന്. എന്നാലും എന്തായിരിക്കും കാര്യം? അത് ശ്യാമയുടെ കാര്യല്ലേ? അതെന്തെങ്കിലും ആയിക്കോട്ടെ. എന്തായാലും അഖി തിരിച്ച് ഈ വീട്ടിലേക്ക് വന്നല്ലോ. ഇനി അമ്മ അവന് തിരിച്ചു പോകാൻ സമ്മതിക്കരുത്. ഇനി ഇങ്ങനൊരു അവസരം കിട്ടത്തില്ല. അമ്മ
അമ്മേ ആലോചിച്ച് നിന്നാ പറ്റില്ല. അമ്മ വന്നേ. അവൻ ഇങ്ങും പോകാതെ പിടിച്ചു നിർത്തിയേ പറ്റൂ. അമ്മ വന്നേ. ശ്യാമ ഇതൊരു സ്റ്റുഡിയോയിൽ എത്തിയിട്ടില്ലെന്ന് പറഞ്ഞാൽ അത് പിന്നെ അവൾ എവിടെ പോവാനാ? ഞാൻ ഇനി അന്വേഷിക്കാൻ ഒരു ഇടവില്ല അച്ഛാ. വിളിച്ചിട്ടാണെങ്കിൽ ഫോൺ സ്വിച്ച് ഓഫ് ആണേ. നീ ടെൻഷൻ ആവുകയൊന്നും വേണ്ട. പേടിക്കേണ്ട മോനെ, പ്രത്യേകിച്ചൊന്നും സംഭവിക്കില്ല. അവള് പുറപ്പെട്ടു പോയി. ഇവനെ ഉപേക്ഷിച്ച് എവിടേക്കോ ഓടിപ്പോയി. ശ്യാമയ്ക്ക് ഇപ്പഴാ ശരിക്കും ബോധമുണ്ടായി. ഇവന് ചേർന്ന ഭാര്യയല്ല അവളെന്ന് അവൾക്ക് ഇപ്പൊ മനസ്സിലായി. അതാ ഇപ്പൊ ഇവനെ വിട്ട് ഓടിപ്പോയെ. നീ ഇനി അവളെ അന്വേഷിച്ച് വെറുതെ സമയം വേസ്റ്റ് ആക്കണ്ട. പോയവള് പോട്ടെ. അത് അവളുടെ വിധി. അങ്ങനെ കരുതിയാ പോരെ? അമ്മേ, അമ്മ കരുതുന്ന പോലെയൊന്നും അല്ല കാര്യങ്ങള്. വേണ്ട, ഇനി ഓരോന്ന് പറഞ്ഞ് ഈ അമ്മയെ പറ്റിക്കാൻ നോക്കണ്ട. അവള് പോട്ടെ, നീ ഇവിടെ നിക്ക്. ഇനിയെങ്കിലും എന്റെ മോനെ അമ്മ പറയുന്നൊന്ന് കേക്ക്. വസു, അതല്ല കാര്യം. ആനന്ദേട്ടൻ വീണ്ടും അവളെ ന്യായീകരിക്കാൻ നിക്കണ്ട. ഞാൻ ഇനി ഇവനെ എങ്ങും വിടുന്നില്ല, അത്ര തന്നെ. അമ്മേ, എന്താ ഇത്? ചിലപ്പോഴേ വീണ്ടും അവള് നിന്നെ വിളിച്ചോന്ന് വരും. അവളൊന്ന് കരഞ്ഞു കേൾപ്പിച്ച നിന്റെ മനസ്സ് മാറും. അത് വേണ്ട. ഇത് എന്റെ കയ്യിലിരിക്കട്ടെ. അമ്മേ, ആ ഫോൺ തന്നെ. ഞാനത് തരില്ല. വസു, ആ ഫോണും കൊടുക്കും. അവന് വേറെ അത്യാവശ്യ കാര്യമുണ്ട്. എന്താ അത്യാവശ്യ കാര്യം? ആദ്യം അത് കേൾക്കട്ടെ. അത് പ്രത്യേകിച്ച് പറയാൻ മാത്രം അങ്ങനെ ഒരു അത്യാവശ്യ കാര്യമില്ല അല്ലേ? ആനന്ദേട്ടൻ എന്തു പറഞ്ഞാലും ശരി, ഇനി ഇവനെ ഞാൻ തിരിച്ചു വിടില്ല. എന്റെ മോനെ എനിക്ക് വേണം, അത്ര തന്നെ. അമ്മേ, ഞാൻ പറയുന്ന ഒന്ന് കേൾക്ക്. വേണ്ട, എനിക്കൊന്നും കേൾക്കണ്ട. ഇനി എന്റെ മോൻ ഈ അമ്മയെ വിട്ട് എങ്ങും പോകുന്നില്ല. ഇതെന്റെ തീരുമാനം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5ലൂടെ കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. സോറി, ഒരു 5 മിനിറ്റ്. മമ്മി, ഇനിയും 5 മിനിറ്റോ? എന്തിനാ? ഇവളെ ഇതൊന്നും ഇടിയിക്കാനാ. ഇതെന്താ? പർദ്ദയാ. അല്ലാതെയും കുറച്ച് പ്രോബ്ലംസ് ഉണ്ട്. ഇവളിതൊന്നും ഇട്ടോട്ടെ. അല്ല, സ്റ്റുഡിയോയ്ക്കകത്ത് പാട്ട് പാടുന്നതിന് ഈ പർദ്ദ എന്തിനാ ഇടുന്നത്? അതിന്റെ ആവശ്യം എന്താ? അല്ല, അവളുടെ ആ സൂയിസൈഡ് അറ്റംപ്റ്റ്, അതിന്റെ കേസ് പോലീസ് സ്റ്റേഷനിലുണ്ട്. ഞങ്ങളോട് അസൂയുള്ള ചിലര് ആ കേസ് കുത്തിപ്പൊക്കിയിരിക്കുക. ഏതു നിമിഷവും പോലീസ് ഇവിടെ മോളെ അന്വേഷിച്ചു വരും. അറസ്റ്റ് ചെയ്യാനും ചാൻസ് ഉണ്ട്. പർദ്ദയിട്ടാൽ ആളെ തിരിച്ചറിയൊന്നുമില്ലല്ലോ. നിങ്ങൾ എന്ത് ഫൂളിഷ്നെസ് ആയി പറയുന്നത്? സമയമില്ലാത്ത സമയത്ത് വെറുതെ ആളെ വിഡ്ഢിയാക്കുകയാണോ? മോൾക്ക് നല്ല ഭയമുണ്ട്. എനിക്കും. ഇതൊന്നിട്ടാ മോള് ശരിക്കും കോൺഫിഡന്റ് ആവും. നന്നായിട്ട് പാടുകയും ചെയ്യും. പ്ലീസ്. അത് പിന്നെ വേണ്ട, ഇനി തർക്കിച്ച് സമയം കളയണ്ട. അവരെന്തെങ്കിലും ചെയ്യട്ടെ, നമുക്ക് പാട്ട് നന്നായാൽ പോരെ. സർ, ഒരു 5 മിനിറ്റ്. മോൾ ഇപ്പൊ എത്തും. വാ മോളെ, പാടി. മോളെ സഹായിക്കാൻ വന്നതാ. പക്ഷെ യാതൊരു ഉപയോഗവും ഇല്ല എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാനാ? ഇപ്പൊ വരാൻ നിങ്ങള് വരാൻ. പാടി കുറച്ച് പേരെടുത്തതിന്റെ ജാടയാ. പർദ്ദ ധരിച്ച് പാടൂന്ന്, പോലീസിനെ പേടിയാന്ന്. ഇതൊക്കെ ഏത് ലോകത്തുനിന്ന് വരുന്നോ ആവോ. ആയിക്കോട്ടെ,
നമ്മൾ കുറച്ച് മണ്ടന്മാരായാ മതിയല്ലോ. അവരുടെ നിർബന്ധം തന്നെ നടക്കട്ടെ. മമ്മിയുടെ ബുദ്ധി അപാരം തന്നെ. എങ്ങനാ എന്താന്നറിയാതെ ഞാൻ ആകെ ടെൻഷനിലായിരുന്നു. എന്തായാലും ആ പ്രശ്നം മമ്മി സിമ്പിൾ ആയിട്ട് സോൾവ് ചെയ്തല്ലോ. മമ്മിയെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു. അല്ല, ശ്യാമകത്ത് എന്തെടുക്കുക? ഒരു പാർത്ത ഇടാൻ ഇത്രയും നേരോ? ആ മുഖം കൂടി അങ്ങോട്ട് മറക്കടി. ഇപ്പൊ കണ്ട ആളെ തിരിച്ചറിയില്ല അല്ലേ മമ്മി? കറക്റ്റാ. ഞങ്ങള് പാടി തിരിച്ചു വരുന്നത് വരെ മോളിതേ അതിനകത്ത് ഒളിച്ചിരുന്നേക്കണം. യാതൊരു കാരണവശാലും ആരുടെയും കണ്ണിപ്പെടരുത്, കേട്ടല്ലോ? അത് ഞാൻ ഏറ്റു മമ്മി. അതെ, പാടുക അല്ലാതെ ആരോടും വർത്തമാനം ഒന്നും പറയാൻ നിൽക്കരുത്, കേട്ടല്ലോ? അതൊക്കെ ഞാൻ ശ്രദ്ധിച്ചോളാം. നീ ഒളിച്ചിരുന്നു വേഗം ചെല്ല്. നടക്കടി ഇങ്ങോട്ട്. അങ്ങനെ ഇത്തവണയും രക്ഷപ്പെട്ടു. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. പുഷ്പചേട്ടാ വന്നല്ലോ. ആഹാ, നിങ്ങൾ കൊള്ളാം കേട്ടോ. അവിടെ സ്കൂൾ വരെ പോയിട്ട് വരാൻ ഇത്രയും സമയം എടുക്കോ? അവിടെ ചെന്നപ്പോ മറ്റു ചില ആവശ്യങ്ങള്. വരുന്ന വഴിക്ക് പ്രസാദിന്റെ ഒരു കടയിലും കയറി. അങ്ങനെയാ സീതമ്മയെ താമസിച്ചത്. ആ, സാരമില്ല, പോട്ടെ. അരിയലും നുറുക്കലും ഒക്കെ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇനി നവവധുക്കളുടെ റോളാണ്. രണ്ടുപേർക്കും അടുക്കളയിലേക്ക് പ്രവേശിച്ച് മാംഗല്യ ഭോജനം ഒരുക്കാം. ശരി പുഷ്പൻ ചേട്ടാ. അരിയിടണ്ടേ സീതമ്മേ? വേണ്ട, അരി ഞാൻ പുറത്തെ വിറകടുപ്പിൽ ഇട്ടിട്ടുണ്ട്. ബാക്കി നോക്കിയാ മതി നിങ്ങള്. അതെ, കാര്യങ്ങളൊക്കെ പെട്ടെന്ന് നടക്കാൻ മാംഗല്യ ഭോജനത്തിന്റെ ചിട്ടവട്ടങ്ങളൊക്കെ സീതമ്മയും ആര്യയും കൂടെ ചെയ്യട്ടെ. ഞാനും സഹായിക്കാം. നവവധുക്കളായ അഞ്ജലി ആരതിയും ചെയ്യേണ്ടത് സദ്യയിലെ പ്രധാന ഐറ്റമായ പായസം ഉണ്ടാക്കലാണ്. ഇരുവരും ഒറ്റയ്ക്കൊറ്റയ്ക്ക് വേണം തങ്ങളുടെ ഭർത്താവിന് വേണ്ടി രുചികരമായ പായസം ഉണ്ടാക്കാൻ. നിങ്ങൾ ഉണ്ടാക്കുന്ന സ്പെഷ്യൽ പായസം നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് വേണ്ടി മാത്രം സ്പെഷ്യൽ ആയിരിക്കും. പറഞ്ഞത് മനസ്സിലായോ? ശരി പുഷ്പൻ ചേട്ടാ, മനസ്സിലായി. എന്താ ആരതി ഒന്നും മിണ്ടാത്തത്? പറഞ്ഞത് നീ കേട്ടതല്ലേ? കേട്ടു. എന്നാൽ ബാക്കിയുള്ളവർ സാധനങ്ങളൊക്കെ എടുത്ത് അപ്പുറത്തെ അടുപ്പിലേക്ക് പോട്ടെ. അഞ്ജലി ആരതി ഇവിടെ പായസം റെഡിയാക്കട്ടെ. എല്ലാവർക്കും ഇവിടെ ചുമതല വിഭജിച്ച് നൽകിയ സ്ഥിതിക്ക് നിനക്കിവിടെ ഒരു ഡ്യൂട്ടിയും ഇല്ല. ഇറങ്ങി വെളിയില് കടക്ക് പുറത്ത്. അത് പുഷ്പൻ ചേട്ടാ, തേങ്ങാപ്പാൽ പിഴിയാനോ കടുക് വറുക്കാനോ മുളക് പിച്ചാനോ ഉപ്പ് നോക്കാനൊക്കെ ഞാനും കൂടെ ഒന്ന് സഹായിക്കാനായിട്ട്. അത് വേണ്ട.
ബാക്കിയൊക്കെ ചെയ്യാൻ അവർക്കാകുമെങ്കിൽ മുളക് പിക്കലും ഉപ്പ് നോക്കലും അവര് തന്നെ ചെയ്തോളും. നീ വെളിയിറങ്ങ്, അല്ലെങ്കിൽ ചട്ടുക പഠിപ്പിച്ച് നിന്റെ ചന്തി വെക്കും. അയ്യോ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഒരാണും പെണ്ണും കൂടി ഒരുമിച്ച് ജീവിക്കുമ്പോ പരസ്പരമുള്ള ഇഷ്ടവും കരുതലും വിശ്വാസവുമാണ് അത്യാവശ്യം. അതുണ്ടെങ്കിൽ ഒരാളുടെ കൈമുറിഞ്ഞ അവരുടെ മനസ്സ് നേറും. നിന്റെ കണ്ണില് മണ്ണ് വീണ അവന്റെ കണ്ണില് കരട് തടയും. അതാണ് അതിന്റെ സത്യം. എന്റെ മനസ്സിൽ തീ പിടിച്ചാലോ സീതമ്മേ? നിന്റെ മനസ്സിൽ തീ പിടിച്ച അവന്റെ കണ്ണില് മഴ പെയ്യും. ആരതി, ആ മഴ മതി നിന്റെ മനസ്സിലെ തീ എടുക്കാൻ. ഏതായാലും തൽക്കാലം നീ ഇപ്പോ അടുപ്പിലെ തീ പാകത്തിനാക്കി നല്ല പായസം ഉണ്ടാക്കി അവന് കൊടുക്കാൻ നോക്ക്. അവന്റെ നാവിലൂർന്ന മധുരമാ നിന്റെ മനസ്സിൽ പ്രേമമായിട്ട് മാറാൻ പോകുന്നത്. അവന് ഞാൻ മധുരം ഊർന്ന പായസം തന്നെ കഴിപ്പിക്കും. പായസം കഴിപ്പിച്ച് നിന്റെ പ്രേമം അങ്ങ് ഉണർത്തും. എല്ലാരും കാത്തിരുന്നാ മതി. ആ, കഴിഞ്ഞെങ്കി തീ അണച്ചോളൂ. പായസം ഇപ്പൊ തന്നെ കൊടുക്കണോ സീതമ്മേ? വേണ്ട, ഊണ് വിളമ്പിയ ശേഷം കൊടുത്താ മതി. 5 വെച്ച പായസം പ്രസാദിനും, ആരതിയുടെ പായസം മുരളിക്കും. ഇപ്പൊ അത് അടച്ചു വെച്ചേക്ക്. അവന്റെ ഒരു പ്രേമവും കരുതലും മണ്ണം കട്ടി അവൻ തന്നെ സ്വയം അനുഭവിച്ചാ മതി. എനിക്കൊന്നും വേണ്ട. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.